ആദ്യമായിട്ട് സോയാബീൻ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് ഇതുപോലെ ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അതിന് വേണ്ടിയിട്ട് വെള്ളം ചൂടായതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സോയാബീനും ചേർത്ത് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യാം. പിന്നീട് അതൊന്ന് ഡ്രെയിൻ ചെയ്ത് ഓരോ സോയാബീനും 2-3 പീസായി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. പിന്നീട് ഇളം ചൂടുവെള്ളം സോയാബീനിലേക്ക് ഒഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് അതും പിഴിഞ്ഞ് കളയാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് പെരുംജീരകം ഒന്ന് റോസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ച് വറ്റൽമുളകും ഇട്ട് വീണ്ടും റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റി കൊടുക്കാം. കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് നമുക്കതൊന്ന് ക്രഷ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് എടുക്കാം. സെയിം പാനിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒരു പകുതി തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുരുമുളകും വറ്റൽമുളകും എടുത്തതുകൊണ്ട് പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി റെഡ് ചില്ലിയും കൂടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സാധാരണ പോലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സോയ ചങ്ക്സിലേക്ക് അതിൻ്റെ മസാലയൊന്നും പിടിക്കാത്ത പോലെ തോന്നിയോണ്ടാണ് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത്. ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ചെയ്താൽ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡി.